ഒരു പ്രസിദ്ധമായിട്ടുള്ള ദേവാലയത്തിലെ തിരുനാള് ഒരു കുടുംബം, അവര് വിദേശത്തൊക്കെ താമസിക്കുന്നവരാണ്, അവർക്ക് അവരുടെ കുടുംബത്തിന്റെ ഒരു അഭിമാനം എന്ന നിലയിൽ അവർ തിരുനാൾ ഏറ്റെടുത്ത് നടത്തി. അല്ലേ, തിരുനാൾ ഏറ്റടക്കം നടത്തി, തിരുനാളെ കെങ്കേമമായി. ഈ വീട്ടുകാർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? തിരുനാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുടുംബം നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചപ്പോൾ ആ കുടുംബാംഗങ്ങൾ പറഞ്ഞു, അച്ഛാ, ഈ ഇടവകയിലുണ്ടല്ലോ കുറേ പേര് ഞങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞു. ഞങ്ങൾ ഈ പള്ളിപ്പെരുന്നാൾ നടത്തിയത് ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നും പണം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടാണെന്നും മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണെന്നും ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു. തിരുനാൾ നടത്തി, സന്തോഷം ഉണ്ടാവേണ്ട കുടുംബം ഇന്ന് ദുഃഖിച്ചിരിക്കുന്നു, ഇന്ന് വിഷാദിച്ചിരിക്കുന്നു. തങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവരാരാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട ഒരു ജെൻസി ആയിട്ടുള്ള ഒരുത്തൻ അവൻ്റെ ലാപ്ടോപ്പും പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നോക്കിക്കേ, ദേ ഫേസ്ബുക്കിൽ ഇയാളാണ് ഞങ്ങളെക്കുറിച്ച് ആദ്യത്തെ വീഡിയോ ഇട്ടത്. അച്ഛാ, എനിക്ക് കിട്ടിയ ആളെ കിട്ടി. ഇതിന്റെ താഴത്തുള്ള കമന്റ് നോട്ട് ചെയ്തേ. അടുത്തിരിക്കുന്ന ഒരുത്തനോട് പറയും, ഇത് നോട്ട് ചെയ്തേ, ഇവന്മാരാണ് കമന്റ് എഴുതിയിരിക്കുന്നത്, ഇവന്മാരെയൊക്കെ നോട്ട് ചെയ്തേ, ഇവർക്കെതിരെ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇവന്മാരാണ് ഞങ്ങൾക്കെതിരെ കഥകൾ ഉണ്ടാക്കിയത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകാൻ നിനക്ക് ആരോഗ്യമുണ്ടോ? ഇപ്പൊ തന്നെ ക്ഷീണിച്ചിരിക്കുന്നത്, ഇനി ആരോഗ്യം. നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമുക്കെതിരെ ഇല്ലാ കഥകൾ പറയുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ നിനക്ക് ശേഷിയൊന്നും ഇല്ലെന്ന്, നീ അതിന്റെ പുറകെ പോകണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം എന്താ? കൊളോസസ് ലേഖനം 3:13, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അല്പം കൂടെ പ്രായോഗിക തലത്തിൽ പൗലോസ് ശ്ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം തിരുവചനം, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നമുക്കില്ലാത്ത ഒരു കാര്യം പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്ത് പ്രാക്ടീസ് ചെയ്യണം? നമ്മുടെ സംസാര ശൈലിയെ നമ്മളൊന്ന് ശരിയാക്കണം.